ഫിഷ് ബിരിയാണിയാണ്. നമുക്കിനി ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, പുതിന, ചിക്കൻ്റെ സ്റ്റോക്ക് ഒരെണ്ണം ഇടുന്നുണ്ട്. ഫിഷിൻ്റെ ബിരിയാണി ആയാലും ഒരു ചിക്കൻ സ്റ്റോക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ചേർക്കാം. പിന്നെ കറിയാമ്പൂ, ഗ്രാമ്പൂ, പച്ചമുളക്, ഏലക്ക, കറുവപ്പട്ട. പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് നമുക്ക് ഒരു സ്പൂൺ അതിനകത്ത് ആ റൈസിനകത്ത് ചേർക്കണം. നമുക്കിനി ചേർത്തിട്ട് വരാം. നമുക്കിനി ഈ അരി കഴുകി എടുത്തുകൊണ്ട് വരാവേ. കുക്കറിലാണോ ചെയ്യുന്നത്? നമുക്ക് അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, കറിയാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ ആ ചിക്കൻ സ്റ്റോക്ക്, പിന്നെ ഗ്രാമ്പൂ. ഗ്രാമ്പൂ അല്ലല്ലോ, ഇതെന്താ? പുതിനയില. പിന്നെ നമ്മുടെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്. പിന്നെ 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. പിന്നെ വെള്ളം. നമ്മൾ ചൂടുവെള്ളമാണ് എടുക്കുന്നത്. 8 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ 4 ഗ്ലാസ് അരിക്ക് വെച്ചേക്കുന്നത്. നമുക്കിനി ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിനി സവാള വഴട്ടിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ ബിരിയാണിക്കകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ് നമ്മളിപ്പോൾ വഴട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീൻ ക്ലീൻ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ പീസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മസാല വരട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കുരുമുളക് പൊടിയും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് പെരിഞ്ജീരകപ്പൊടി 2 സ്പൂൺ, അതിനുശേഷം മല്ലിപ്പൊടി 1/2 സ്പൂൺ, പിന്നെ അതിൻ്റെ കൂടെ ശകലം കായവും കൂടെ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ടാണ് മസാല ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1.5 സ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് 1 നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പം കൈയിട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. അപ്പം നമ്മളിവിടെ കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ശകലം കോൺഫ്ലവർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ആ മീനിലോട്ട് ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. മഞ്ഞൾപ്പൊടി എല്ലാ പൊടിയും ഇട്ടു. നമ്മൾ ഇതിനകത്തോട്ട് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീനെ നന്നായിട്ട് ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ഇനി മീൻ വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല സോഫ്റ്റും ടെൻഡറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്ലോ കുക്ക് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2ആയിട്ടാണ് മീൻ വറുത്തുകൊണ്ടിരിക്കുന്നത്.
അപ്പം നമുക്കിനി ഈ മീൻ കോരി എടുക്കാം. നമുക്ക് മീൻ കോരി എടുക്കാം. നല്ല രീതിക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിത് 2 എണ്ണത്തിനകത്ത് ഇട്ട് ചെയ്തുകൊണ്ട് 2-നകത്തൊന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് കോരാം. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് മീൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി 2-3 ട്രിപ്പ് വറുക്കേണ്ടി വരും. അപ്പം അത് വറുക്കാം. അപ്പം നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ മീൻ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്പ് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അടുപ്പയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ വറുത്ത എണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. മീൻ വറുത്ത എണ്ണ തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെ അരച്ച് നമ്മൾ മീൻ വറുത്ത എണ്ണയ്ക്കകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മൂത്തതിന് ശേഷം സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ്. എത്ര സവാള എടുത്തമ്മേ? ഒരു 5 സവാള മതി. ഒരു 5-6 സവാള മതി. ഞാനൊരു 6 സവാള എടുത്തിട്ടുണ്ട്. ബാക്കി ഒന്ന് വെക്കുക. മൊത്തം ഇട്ടില്ലല്ലോ അല്ലേ? മൊത്തം ഇട്ടില്ല. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കാം. സവാള പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തക്കാളി ഇടാവേ. തക്കാളി നല്ലോണം വെന്ത് നല്ലോണം ഉടയോ. തുടങ്ങി. ഇനി അടുത്തത് നമ്മൾ ഇതിനകത്ത് മസാല ചേർക്കാൻ പോവാണ്. മഞ്ഞൾപ്പൊടി ചേർക്കാം, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, പിന്നെ കുറച്ച് മസാലക്കൂട്ട് പൊടിച്ചത്. മുളക് പൊടി നല്ല കളർന്നിരിക്കട്ടെ. മുളക് പൊടി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം, പുതിനയില ചേർക്കാം. അതിനാണ് കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ കാണും. നമുക്കതൊക്കെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മളിതൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? ഒരു വിശേഷമുണ്ട്. അത് വഴിയേ കാണാം അല്ലേ അമ്മേ? അത് വഴിയേ പിന്നാടിയേ വരൂ. ഇതിനകത്ത് കുറച്ച് തൈര് ചേർക്കണം. നമുക്കൊരു പുളിയില്ലാത്ത ഒരു 2-3 സ്പൂൺ തൈര് ചേർക്കാം. പുളിയില്ലാത്ത തൈരാണോ അമ്മ ചേർക്കുന്നത്? പുളിയില്ലാത്ത തൈര് വിരുദ്ധാഹാരമാണ്, എന്നാലും നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇപ്പം നമ്മൾ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ സ്റ്റോക്ക് ഇടുന്നതുകൂടെ ഭയങ്കര നല്ല ടേസ്റ്റ് കൂടും. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അജിനാമോട്ടയൊക്കെ ചേരുന്നുണ്ടോ എന്നൊരു സംശയം. അജിനാമോട്ടോ കെമിക്കലല്ലെന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാൽ കുഴപ്പമില്ല കേട്ടോ. ഇച്ചിരി അധികമുണ്ട്. നമ്മുടെ ലച്ചു എന്താണെന്ന് അറിയത്തില്ല, അടുക്കളയിലൊക്കെ നിൽക്കുന്നുണ്ട്. 2 ക്യൂബ് ഇട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ മീൻ വറക്കുന്നതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ്ട് കറി വെക്കുന്നതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചാറ് വേണ്ടവർക്ക് വെള്ളം ഒഴിക്കാം, ചാറ് വേണ്ടാത്തവർക്ക് വെള്ളം അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അച്ഛനാണിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. മീനിട്ട് കൊടുക്കാവേ. അപ്പം നമ്മുടെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മീൻ ഇട്ട് കൊടുക്കാം. കറിയല്ല മസാലയാണേ. കറി എന്ന് പറഞ്ഞ് ശീലിച്ചോണ്ട് ഇനി കറീനെ പറയൂ. ഇതിനകത്തോട്ട് കൈ വരുന്നതാ കൊണ്ടുപോകുന്നത്. ലക്ഷ്യം മീനിനകത്ത് കൈയിടാൻ മോഷണം നടത്തുകയാണ് അവള്. പൂച്ച വന്നു. കൈ കണ്ടോ കണ്ടോ കൈ ഉണ്ടോ കൈ ഉണ്ടോ ഇവിടെ? നോക്കി നമ്മള് മീൻ മൊത്തത്തിൽ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ ഉടയാതെ ഇത് ഇളക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ നമുക്ക് നല്ലോണം ഇങ്ങനെ കറക്കി കൊടുക്കാം പാത്രം. ഓക്കേ, ഇതെല്ലാവരും വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ചിലർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവരും കാണും. 3000 പേര് കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ചില വീഡിയോയ്ക്കൊക്കെ നമുക്ക് 4Kയും 2Kയും 3Kയും എല്ലാം അടിക്കുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. തീർച്ചയായും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഒന്ന് ചെയ്ത് നോക്ക്, ഇരിക്കട്ടെ നമ്മുടെ കൂടെ ഒരാള്. അപ്പം തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾക്ക് കമൻ്റ് ഇടാൻ മറക്കരുത്. അതിനോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ ചാനലൊന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പം നമ്മളിനി നമ്മുടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോകണം. ബിരിയാണി സെറ്റ് ചെയ്യാൻ മസാലയൊക്കെ ചോറിലിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്ത് പീസൊന്നും ഏറ്റവും അടിയിൽ വേണ്ട കേട്ടോ. ഇപ്പം നമ്മൾ വാരി മാറ്റി വെച്ച് നമുക്ക് ചോറ് ഇടാം. നമ്മുടെ അച്ഛനാണ് എപ്പോഴും എന്ന് ബിരിയാണി ഉണ്ടാക്കിയാലും അച്ഛനാണ് സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്യാൻ അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ. എന്ത് ചെയ്യാനാ, അമ്മയ്ക്കൊന്നും അറിയത്തില്ല. അമ്മയാട്ടോ ബിരിയാണി അപ്പോൾ നമുക്കിനി വറുത്ത് വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം. എസൻസ്, ഇനി എസൻസ് അപ്പുറത്ത് പടക്കം പൊട്ടിയതാണെന്ന് തോന്നുന്നു. നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്ത് ഇനി മണ്ടക്കിട്ടൊരു കുറച്ച് പീസ് വെച്ച് കൊടുക്കാം. ആ ഒരു പീസിൻ്റെ ഒരു മയവും ആ ഒരു എണ്ണയും അതിൻ്റെ ഒരു കൊഴുപ്പും അതിൻ്റെ ഒരു എസൻസ് ഒക്കെ ഇങ്ങോട്ട് താഴെട്ടിറങ്ങട്ടെ. നമ്മുടെ കറിയപ്പം നമ്മൾ മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാൻ.
ഭയങ്കര ടേസ്റ്റാ. നീ കഴിച്ചില്ലല്ലോ. കണ്ടോലെ അപ്പം അടുത്ത ലെയർ ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. കളർ ഒഴിക്കണ്ടേ? ഒരു വെള്ളം ഇതിനകത്ത് എന്നിട്ട് ഒഴിക്കുള്ളൂ. കളർ ഇച്ചിരി എടുത്ത് ഇതിനകത്ത് കളിക്കും. അത്യാവശ്യമാണെങ്കിൽ മാത്രം അത്യാവശ്യമാണ്. ഒരു കളറിന്, ഒരു ഗുമ്മിന്, ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതി. അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ബിരിയാണി എസൻസ് ആണ് കേട്ടോ നമ്മൾ ഇതിനെ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സവാള ശകലം ഒന്ന്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടെ നമ്മുടെ അച്ഛൻ മിക്സ് ചെയ്ത് ഇനി ഇടുവാണ്. നമ്മുടെ അച്ഛനല്ല, സോറി, എനിക്കങ്ങ് തെറ്റിപ്പോന്നത് ക്ഷമിക്ക്. നമ്മുടെ എല്ലാവരുടെയും അച്ഛനാണ്. അപ്പോൾ നമ്മുടെ അമ്മ ഇവിടെ ദമ്മൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറക്കാൻ പോവാണ്. അമ്മ തുറന്നോ. നമ്മൾ കഴിച്ചു. ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് രാവിലെ മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മുടെ ലച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ലച്ചു കട്ട് ചെയ്തോ? ഇത് പോക്കാ.